എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഉള്ള ബിസ്ക്കറ്റും കേക്കും മിഠായി. ഹലോ ഗായ്സ്, ഞങ്ങളുടെ ആംസ്റ്റർഡാം എത്തി. ബസ് ഇറങ്ങി അവിടെ അതെ ട്രെയിൻ നോക്കി നടക്കുക. എങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല. അവരുടെ പുറകെ ഞാൻ പോകുന്നു. അപ്പോൾ നമുക്ക് പോകാം. എയർപോർട്ട് ഒരു മാർക്കറ്റ് പോലെ, ഒരു മാള് പോലെ ഇരിക്കുന്ന എയർപോർട്ട്. കിട്ടില്ല, കിട്ടി, ടിക്കറ്റ് കിട്ടി. ഇനി നമ്മൾ പോവുകയാണ് ട്രെയിനിലോട്ട്. സ്ക്വിഡ് ഗെയിം പോലെ ഇരിക്കുന്ന ഭിത്തികൾ നോക്ക്, ശരിക്കും സ്ക്വിഡ് ഗെയിം പോലെ ഉണ്ട്. ഇപ്പം നമ്മൾ പുറത്തേക്ക് നടക്കുകയാണ്. ഇറങ്ങി, നമ്മൾ ഇറങ്ങി. ആംസ്റ്റർഡാം സെൻട്രൽ എത്തി. ഒരു ചെന്നൈ മണം. അതെ, കൊച്ചി എത്തി. നല്ല വൃത്തികെട്ട മണമുണ്ട് ഇവിടെ, വൃത്തികെട്ട മണം. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്. കൊള്ളാം. പക്ഷെ ഇവിടെ ഒരു വൃത്തികെട്ട മണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞു. കുഴപ്പമില്ല. വെച്ച് തടയട്ടെ. And we are off. Well, ഇതാണ് ആംസ്റ്റർഡാം. അങ്ങോട്ട് നോക്ക, പള്ളി. കിടിലം പള്ളി ഒരെണ്ണമുണ്ട്. അങ്ങനെ ആംസ്റ്റർഡാം എത്തി ഗൈസ്. ആ മോനെ ക്ലോക്ക് ഉണ്ടോ? കിടിലം ബാൻ ഓഫ് അല്ല, റെയിൽവേ സ്റ്റേഷൻ. സോറി. വൃത്തിഹീനമായ അന്തരീക്ഷമാണ് ഇവിടെ. കണ്ടോ, നിറച്ച് പേപ്പർ ഇട്ട് വെച്ചേക്കുക. സോ ബാഡ്. വിക്ടോറിയ ഹോട്ടൽ ഒരെണ്ണം കാണാം. വലിയ സ്ഥലമാട്ടോ ഇത്, നല്ല വലുപ്പമുണ്ട്. കൊള്ളാം, ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല. കൊള്ളാം. ഓ, ഇതാണ് ആംസ്റ്റർഡാം കനാൽ. ഇച്ചിരി ക്ലിയർ വെള്ളമല്ലേ, നമ്മൾ അന്ന് കണ്ടതിനേക്കാൾ ക്ലിയർ വെള്ളം. സൂപ്പർ വ്യൂ, കിട്ടില്ല വ്യൂ. ഇവിടെ ഇഷ്ടം പോലെ സൈക്കിളാണ്. എല്ലാവരും സൈക്കിളിലാണ് പോകുന്നത്. അടുത്ത സൈക്കിൾ. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഒരു ഇൻട്രസ്റ്റിംഗ് കട കാണിച്ചു തരാം. ഇത് നോക്ക്, എല്ലാവരും ഓർക്കും ഇത് ബിസ്ക്കറ്റാണ്. പക്ഷെ ഇത് ബിസ്ക്കറ്റ് അല്ല. അതെ അതെ അതെ, എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഉള്ള ബിസ്ക്കറ്റും കേക്കും മിഠായി. ജർമ്മനിയുടെ ദേശീയ ഭക്ഷണം കണ്ടുപിടിച്ചു ഗൈസ്. ഡോണർ. എന്താണ്ടൊരു വലിയ സാധനം. സീലിംഗ് കണ്ടോ?
ഞാനിത് കണ്ടില്ല കേട്ടാ. മാഡം തുസാഡ്സ് മ്യൂസിയം, വാക്സ് മ്യൂസിയം. ഇന്നവിടെ കയറണം, ഇന്നവിടെ കയറിയേ പറ്റുള്ളൂ. ഇത് കാണാമോ നിങ്ങൾക്ക്? കാണിച്ചു തരാം. ശരി, സുഖമുള്ളൂ. മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം. അത് പൊള്ളി. എനിക്ക് പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ മ്യൂസിയത്തിൽ കയറണമെന്ന്. അങ്ങനെ ഫൈനലി നമ്മളവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റണം, അതെങ്ങനെയാണേലും, ഇല്ലെങ്കിൽ എന്ത് ലൈഫ്. വന്നിട്ടില്ല, പക്ഷെ ഇത് പാട്ടുകാരൻ നിൽക്കണം അതിൻ്റെ അകത്ത്. തുടങ്ങിയിട്ടില്ല, പക്ഷെ ഇത് പുള്ളീനെ കാണാത്തുന്നു. ഇവിടെ ഓപ്പൺ ആവുന്നുള്ളൂ. ഇതിനെ തൂക്കിയാലോ? എന്തോ ആനിമേ സാധനം. ലെഗോടെ കട എന്തോ ഒറിജിനാലിറ്റി ഇല്ല ഇതിനൊക്കെ. നല്ല രസമുണ്ട്. പൂച്ചയിരിക്കാം, പൂച്ചയ്ക്ക് 99. ഡൈനോസറിൻ്റെ ടീറക്സിൻ്റെ വിലയാണ് 249 യൂറോ. ഇതേതാ ഒരു വലിയ വീട്. ഹലോ, Jennifer Aniston's കൂടെ ഒരു ഫോട്ടോ. ഹലോ. Neue Freundin? Ja. Jack Sparrow. ഹലോ മച്ചാ, സുഖമാണോ? എങ്ങനെയുണ്ട്? ഇവനെ എനിക്കിഷ്ടമല്ല. ഇവിടെ എനിക്കറിയാം. അതാരാ? ഡൂലിപ്പല്ലേ? അത് തന്നെ, പാട്ടുകാരി. അണ്ണനെ ഞാൻ കണ്ടില്ല അണ്ണ. ഷ്രെക്കിൻ്റെ നടുക്ക് റോഷൻ. ഷെയ്ക്കാൻ്റെ കൊടുക്കരുത്. കൊടുക്കുന്നില്ലേ? ആക്ഷൻ കാണിച്ചല്ലോ. ഇതാരാന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ പുള്ളീനെ എനിക്കറിയാം. മോനെ ചാർലി ചാപ്ലിൻ. ഇവരും ആരാന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇതേതോ ബോക്സറാണ്, ഇതേതോ സ്കേറ്റിംഗുകാർ. റൊണാൾഡോ. ഇത് വാൻഡൈക്കുണ്ട്, ക്രൈഫുണ്ട്. ക്രൈഫ്. അവിടെ ആരാ? ഇത് പിടിച്ച് ഒരു ഷൂ അടിക്കട്ടെ. ഹലോ. അണ്ണാണി, ഫുട്ബോളിലെ ദൈവം. ഇതാരാന്നാണ് നമ്മുടെ ചോദ്യം. ഈ പുള്ളി ആരാ? ഇതാരത്? അയ്യേ, ഇതാണ് അണ്ണാണി. റൊണാൾഡോനെ കാണാന്നുള്ള ദൗത്യം നമ്മൾ നടത്തിയിരിക്കുന്നത്. അജയ് റൊണാൾഡോയെ ഒന്നിച്ച്. ആംസ്റ്റർഡാമിന്റെ വ്യൂ കിട്ടി ഗായ്സ്. വിഷയം.
Ariana Grande. Hello. Mic വർക്കിംഗ് അല്ല. ഞാൻ കുടിക്കുന്നില്ല. പറഞ്ഞതേ ഉള്ളൂ. ചേച്ചിനെ കണ്ടു, പുള്ളിക്കാരത്തി കുറേ വഴിയൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു സംഭവം, ഈ മണി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡച്ചിൽ വന്നിട്ട് ഈ മണി അടിച്ചു കഴിഞ്ഞാൽ, ഒരു ബാറിലൊക്കെ കയറിയിട്ട് ഈ മണി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഡ്രിങ്കിൻ്റെ പൈസ ഞാൻ കൊടുക്കും എന്നാണ്. അഥവാ മണി അടിക്കുന്ന ആൾ കൊടുക്കും എന്നാണ്. അപ്പം അത് ചെയ്യരുത്. ഓക്കെ, ഗുഡ് ടിപ്സ്. ഇന്ന് നമ്മൾ മുകളിലോട്ട് പോകാം. ഓ ആടാ, ഒബാമ, എലോൺ മസ്ക്, മോൻ ഗാന്ധി അപ്പൂപ്പനുണ്ട് ഇവിടെ. ഒബാമേ. Hey bro, what's up? What's up? Oh, Muska man. What's up? എന്താ ഇങ്ങനെ നോക്കണേ? എന്താ ഇങ്ങനെ നോക്കണേ? എന്താടാ? അപ്പാപ്പാ. മഹാത്മാ ഗാന്ധി. ഗാന്ധിയോട് ഒരു ഫോട്ടോ എടുത്ത് തൊണ്ടല്ലേ താഴെ പോയാൽ എന്ത് ചെയ്യും? പുള്ളി എന്തോ വരത്തില്ല, കോഴിനെ പുറത്ത് വെച്ചേക്കണ ഏതോ ഒരു പുള്ളി. ഇവിടെ ആരാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഹലോ ഗൈസ്. എലിസബത്ത്. ക്വീൻ എലിസബത്ത്. പാലളകുന്നു. കൊരങ്ങൻ. ഓ, ഇവിടെ ഫോറസ്റ്റ് വൈബാട്ടോ അവിടെ. ഓ, പിയാനോ വായിക്കുന്നു. ഓ, താളം വിഷയം. മൊയ്യത്തി നോക്ക്. ആൻമാൻ. ഓ, വക്കാണ്ട forever. ലോക്കി. ഞാൻ അയർമാനാവുമ്പോ അയർമാനാണീ. ലോക്കിയണ്ണ. ആ നോക്കട്ടെ. എനിക്ക് പൊക്കല്ലറിയുള്ളൂ, താത്ത അറിയില്ല. തോറണ്ണൻ Mit Bier. രണ്ടു കൂടി വിളിച്ചോട്ടെ പിടിക്കാനായിട്ട്. ചോറിന്റെ കമ്പി പോക്കണം. അല്ല, സ്റ്റേഡിയം മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി കിട്ടില്ല കേട്ടോ. പൈസ ഒരു നഷ്ടമൊന്നുമില്ല അല്ലേ? നിങ്ങൾ കൊടുത്ത പൈസക്ക് നഷ്ടമൊന്നുമില്ല. എനിക്ക് തോന്നിയില്ല, നല്ലതായിരുന്നു. കൊള്ളാം. ഈ ക്യാഷ് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഒരു
മെക്സിക്കൻ റെസ്റ്റോറൻ്റാന്ന് തോന്നുന്നത്. മെക്സിക്കനാണ്. അപ്പം ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വരും കഴിക്കാണ്ടിരിക്കുന്നു. ഓക്കെ, ഫുഡ് വരുമ്പോൾ കാണിക്കാം. ഫൈനലി സാധനം കിട്ടി. ബർഗർ, ഇത് ബീഫ്, ചിക്കൻ കിട്ടില്ല. സാധനം കാണിച്ചു തരാം. ഒരു ബോട്ട് കയറണം. ഇവിടുന്ന് പുറകിലോട്ട് മുമ്പോട്ട് മൊത്തം ബ്ലോക്ക്. ഇതിപ്പോൾ ഇവിടെ ഒരു ഡ്രിഫ്റ്റ് അടിക്കുന്നുണ്ട്. പയ്യാജി ഡ്രിഫ്റ്റ് അടിച്ച് ഇതിലും ഡ്രൈവറാണ്. ഇത് 2 വണ്ടി മട്ടം വെച്ചു. ഇനി ഒരൊറ്റ വണ്ടിയും പോകില്ല. എന്താ മക്കളെ ചെയ്യുന്നേ? നടക്കുന്നു എങ്ങോട്ടൊന്നുമില്ലാതെ, മുമ്പോട്ടേക്ക് മാത്രം. അതുകൊണ്ട് അക്ഷരങ്ങൾ കൊണ്ടുള്ള ബിൽഡിങ്ങാണ് അത്. അവിടെ എല്ലാ ഭാഷയുണ്ട്. ഞങ്ങളൊരു പാർക്കിലെത്തി. പക്ഷേ അവരില്ല. 2 പേരെ കാണുന്നില്ല. ഞങ്ങൾ എത്ര പേരുള്ളൂ? 2 പേര് അവിടെ പോയോ എന്തോ. ആൾക്കാർ കേറിയില്ല. വണ്ടി ലോക്കായി പോയി. ആളപ്പുറം പോയി. സീഗൾ ബായുമായി കടൽക്കരയിലിരുന്ന് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.